അല്ല നിഷാദെ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ലോ. ഞാനെന്ന് പറയട്ടെ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കാനായിട്ട്. CPM ഇപ്പോൾ നിങ്ങൾ കുറേ നാളുകളായിട്ട് വി എസ് ആരോഗ്യം അല്ല അദ്ദേഹം വിശ്രമ ജീവിതത്തിൽ കടന്ന കാലം മുതൽ പ്രതികരിക്കാൻ പറ്റാത്ത സമയം മുതൽ വി എസിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ നടന്ന ഒരു പാർട്ടി സമ്മേളനമല്ല, ഒരു പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ക്ലിപ്പിംഗ്സ് എൻ്റെ അടുത്തിപ്പോഴുണ്ട്, എന്താ പറഞ്ഞത്, എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിനെ ആക്ഷേപിക്കാൻ ആരും തയ്യാറാകരുതെന്ന് വാണിംഗ് കൊടുത്ത ഒരാളാണ്. മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി വി എസ് അച്യുതാനന്ദൻ. ആ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തിയാണ് 2012 ഞാൻ സുരേഷ് കുറുപ്പിനെ ഒന്ന് കോട്ട് ചെയ്തോട്ടെ, ഇന്ന് അതാണല്ലോ ചർച്ചാ വിഷയം. ബഹുമാനപ്പെട്ട കുറുപ്പ് സാറ് 2012 എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അദ്ദേഹം സംസ്ഥാന സമ്മേളന പ്രതിനിധിയായിരുന്നു. ഇന്ന് മാതൃഭൂമി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് അവിടെ വെച്ചൊരു നേതാവ്, ഇനി സ്വരാജിൻ്റെ പേര് പറയണ്ട, ഇത് പറഞ്ഞു. ഇപ്പോൾ 2015 ആലപ്പുഴ സമ്മേളനത്തിലും ഒരു പെൺകുട്ടി ഇത് പറഞ്ഞത് അത് എഴുതിയപ്പോൾ അത് പറയാഞ്ഞ് ഈ പറയുന്ന പെരുപ്പങ്കോട് മുരളി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട വ്യക്തി എഴുതിയ ലേഖനം അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ശരിവെക്കാതിരുന്നത്? അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ജീവിച്ചിരിക്കില്ലാത്ത വി എസിനെ കോട്ട് ചെയ്തുകൊണ്ട് എന്തും പറയാം. അതാ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസം ഒന്നും പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് മലയാളികളോടല്ലേ? നമുക്ക് വി എസ് അച്യുതാനന്ദൻ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് എന്റെ മേൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ തന്നെ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തുന്നല്ലേ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ. അയാൾ എനിക്കെതിരെ എന്തോ നടപടി എടുക്കുമെന്ന് പറയുന്നത് കേൾക്കുന്നു എന്ന് പിണറായി വിജയനെതിരെ പരസ്യമായി പറഞ്ഞയാൾ വി എസ് അച്യുതാനന്ദൻ നമ്മൾ കേട്ടതല്ലേ. പിന്നെയും എന്തെല്ലാം വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ മാധ്യമങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം വെറുതെയാണ്, മാധ്യമങ്ങൾ എന്തോ ഉണ്ടാക്കി എന്നൊക്കെ ആളുകൾക്ക് നല്ല ഓർമ്മയില്ലേ? പ്രത്യേകിച്ച് വി എസ് മരിച്ച സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പഴയ സംഗതികളെല്ലാം വീണ്ടും റീസർഫ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ മാധ്യമങ്ങളുടെ എന്തോ പൂതിയാണെന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയാണോ ശ്രീ റെജി ലൂക്കോസ്? ഞാൻ ചോദിക്കുന്നത്, വി എസിനെ ആക്ഷേപിക്കാനും വി എസിനെ കോർണർ ചെയ്യാനും ടാർണിഷ് ചെയ്യാനും എടുത്ത പണിയുണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നല്ലേ കണ്ടത്. ആകെ അതിൽ അതിവാചകങ്ങൾ പറഞ്ഞ യുവ നേതാക്കൾക്ക് വലിയ പദവികൾ കിട്ടിയെന്ന് ഒഴിച്ചു നിർത്തിയാൽ വി എസിനെ തൊടാൻ പറ്റിയോ ഈ പറയുന്ന പുങ്കവന്മാർക്ക് എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ആ ചോദ്യം കേട്ട് അതിനുള്ള മറുപടി ഏകദേശം ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനെ ആക്ഷേപിച്ചവർക്ക് ഉന്നത പദവി കൊടുത്തു പറഞ്ഞാൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നതും കേരളത്തിലെ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരും കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം ഈ വി എസ് അച്യുതാനന്ദനെ ആക്ഷേപിച്ചതിന് പേരിലാണ് വന്നത്. എത്ര ചെറിയ രീതിയിലാണ് നിങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നത്? നിങ്ങൾ ഏത് പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത്? കൊച്ചുകുട്ടി, ഇതും നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളോടല്ലേ? അവിടെ ആ പൊസിഷൻ ഇരിക്കുന്നവരെല്ലാം വി എസ് അച്യുതാനന്ദനെ വേട്ടയാടുന്നുള്ളതിന്റെ പേരിലാണോ അവർക്ക് ആ പൊസിഷൻ കിട്ടുന്നത്? നേതാക്കൾ ഉണ്ടായിരുന്നു. ഔദ്യോഗിക പക്ഷത്തെ വലിയ ആളുകൾക്ക് അപ്രീതി ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ട്. ഞാൻ അതിലേക്ക്